ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദനെ ഒരു രഹസ്യ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നീ എന്നെ ചതിക്കാനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് നന്ദൻ പ്രകാശിനോട് തുറന്നു പറയുന്നു. എന്നാൽ പ്രകാശാണെങ്കിൽ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് താൻ മീരയുടെ കൊലപാതകം ചെയ്തിട്ടില്ല എന്നും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനാണ് പരോളിൽ പുറത്തിറങ്ങിയതെന്നും വ്യക്തമാക്കുന്നു. ഇത് കേട്ട് നന്ദനാണെങ്കിൽ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം മീരയുടെ കൊലക്കേസിൽ മുഴുവൻ തെളിവുകളും ഒരു കാലത്ത് പ്രകാശിനെതിരെയായിരുന്നു. മാധ്യമങ്ങളും പോലീസും ഒരുപോലെ കുറ്റക്കാരനായിട്ട് ചിത്രീകരിച്ചത് പ്രകാശിനെയായിരുന്നു. എന്നിട്ടും ഇപ്പോൾ പ്രകാശ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. ബലറാം സാറിൻ്റെ മരണക്കേസിൽ ഒരിക്കൽ സിദ്ധാർത്ഥിനെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞതുപോലെ തൻ്റെയും കാര്യത്തിൽ സത്യം പുറത്തു വരുമെന്ന് തന്നെ പ്രകാശ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല നന്ദൻ അകപ്പെട്ടിരിക്കുന്ന ആ കെണിയെക്കുറിച്ചും പ്രകാശിന് വ്യക്തമായിട്ട് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദനെയും രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് തൻ്റെ ഈ ഒരു ശ്രമമെന്നും പ്രകാശ് വ്യക്തമാക്കുന്നു. ഇതിനിടെ നന്ദനാണെങ്കിൽ വീട്ടിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നീ ഒരു 2 ദിവസം കൂടി ക്ഷമിക്കണമെന്നും അതിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയുമെന്ന് തന്നെ പ്രകാശം പറയുന്നുണ്ട് കേട്ടോ നന്ദനോട്. തുടർന്ന് തൻ്റെ ആളുകൾക്ക് ഒരു കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. നന്ദൻ ഒരു പോറൽ പോലും ഏൽക്കരുത്, എന്നോട് പെരുമാറുന്നത് പോലെ തന്നെ നന്ദനോട് പെരുമാറണം. പക്ഷേ നന്ദൻ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പാടില്ല. ഇപ്പോൾ നന്ദൻ വീട്ടിലെത്തിയാലും ആരും സത്യം വിശ്വസിക്കില്ല എന്നും മാത്രമല്ല നന്ദൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ച് കഴിയുന്നവർ ഉണ്ടെന്നുകൂടി പ്രകാശ് നന്ദനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് പ്രകാശാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ഒരു വേദന എന്താണെന്നുള്ള കാര്യമൊക്കെ നന്ദനോട് തുറന്നു പറയുന്നു. മീരയെ ഒരിക്കൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് താനാണെന്നും വഴിതെറ്റിയ സമയത്ത് തന്നെ കുത്തിയതും പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും അവളുടെ അമിത സ്നേഹം കൊണ്ടാണെന്നും പ്രകാശ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീരയുടെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താനാവാതെ താൻ പിന്നോട്ടിൽ നന്ദൻ്റെ സഹായം അതിന് വേണമെന്നും പ്രകാശ് ആവശ്യപ്പെടുന്നു. ഇതോടെ നന്ദനാണെങ്കിലും ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലാകുന്നുണ്ട്. ഇതേസമയം ചന്ദ്രോത്താണെങ്കിൽ എല്ലാവരും നന്ദനെ എവിടെയാണെന്ന് അറിയാത്ത ആ ഒരു ഉത്കണ്ഠയിലാണ്. എസ്തപ്പാൻ ചേട്ടനെ ആക്രമിച്ചാണ് നന്ദനെ കൊണ്ടുപോയത് എന്നുള്ള കാര്യം എല്ലാവരെയും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഹരിയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് നന്ദനെ കണ്ടെത്തണമെന്ന് പറയുന്നുണ്ടെങ്കിലും അന്വേഷണത്തിന് വ്യക്തമായിട്ടുള്ള ഒരു സൂചന പോലും ലഭിക്കുന്നില്ല. കാരണം പ്രകാശ് പരോളിൽ പുറത്തിറങ്ങിയിട്ടുള്ള കാര്യം വീട്ടിലുള്ള ആർക്കും അറിയില്ല. മാത്രമല്ല പ്രകാശ് ഇതിൽ ഉണ്ടാകുമോ, ആരായിരിക്കും ആ ഒരു നാലാമൻ എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥാണെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്നും DGPയുടെ സഹായത്തോടെ അന്വേഷണം ശക്തമാക്കണമെന്നെല്ലാം അഭിപ്രായപ്പെടുമ്പോൾ ഹരിസാറ് പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ സത്യം കണ്ടെത്താമെന്നും പറയുന്നു. എന്തായാലും പ്രഭാവതിയാണെങ്കിൽ നന്ദൻ്റെ ഫോട്ടോ നോക്കി പൊട്ടിക്കരയാണ്. എൻ്റെ പൊന്നു മോനെ, നീ എവിടെയാണ്, നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രഭാവതി. അപ്പോൾ പ്രഭാവതിയുടെ കരച്ചിൽ കണ്ട് ദേവിയേക്കാണെങ്കിലും ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ഐസക്കാണെങ്കിൽ ഇസബെല്ലയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ കാരണമെന്നും ഒരു ഭാര്യയുള്ള നന്ദൻ്റെ പുറകെ നന്ദനെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നീ ആഗ്രഹിച്ചതുകൊണ്ടാണ് ബെല്ല ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംഭവിച്ചതെന്നും ഇനിയിപ്പോൾ എന്തായാലും നന്ദനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എൻ്റെ തൊപ്പി പോലും തെറിക്കുമെന്നും ഈ അന്വേഷണത്തിൽ ഒരു ഉഴപ്പും പാടില്ല എന്ന് തന്നെ SP കർശനമായിട്ട് നിർദ്ദേശം തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഐസക്ക് ഇസബെല്ലയെ അറിയിക്കുന്നു. പിന്നീട് അരുന്ധതിയാണെങ്കിൽ CPയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അരുന്ധതി തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം CPയെ അറിയിക്കുകയാണ്. അതായത് ഋഷിയുടെ കാര്യത്തിൽ തട്ടിക്കൊണ്ടുപോയത് അവരുടെ കൂട്ടത്തിൽ നമ്മൾ പലരെയും സംശയിച്ചു, പക്ഷേ നമ്മൾക്ക് ഇതുവരെ സ്ട്രൈക്ക് ചെയ്യാത്ത ഒരാൾ അതിന് പിന്നിലുണ്ട് എന്ന് അരുന്ധതി പറയുമ്പോൾ അതാരാണെന്ന് ഞെട്ടലോടുകൂടി തന്നെ CP ചോദിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, മീരയുടെ കൊലയാളിയായി ജയിലിൽ കഴിയുന്ന പ്രകാശാണ് എന്നുള്ള തൻ്റെ മനസ്സിലെ സംശയം അരുന്ധതി CPയോട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് നന്ദനാണെങ്കിൽ തനിക്ക് പുറത്തേക്ക് പോകണം, വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട്. മാത്രമല്ല ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാണ് ഇവിടേക്ക് തൊട്ടിക്കൊണ്ടുവന്നത്, അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ചെല്ലാം ചോദിക്കുന്നു. അപ്പോൾ ഇതേ സമയം പ്രകാശ് വരുന്നുണ്ട്. തുടർന്ന് നന്ദൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും മാത്രമല്ല ആ ഒരു ഞെട്ടിക്കുന്ന സത്യം പ്രകാശ് നന്ദനെ അറിയിക്കുന്നുണ്ട്. അതായത് നന്ദൻ കരുതിയതുപോലെ ഋഷി മരിച്ചിട്ടില്ല എന്നും ഋഷി എൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള കാര്യവും പ്രകാശ് വ്യക്തമാക്കുന്നു. മാത്രമല്ല നന്ദനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നും ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് അഴിച്ചെടുക്കണമെന്നും അതിനു വേണ്ടിയിട്ട് നന്ദൻ 2 ദിവസം കൂടി ക്ഷമിച്ചേ പറ്റൂ എന്ന് തന്നെ പ്രകാശ് പറയുന്നുണ്ട് കേട്ടോ.
ഒരുപക്ഷെ മീരയുടെ മറിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കൊലയാളി ഇനി ഋഷ തന്നെയായിരിക്കുമോ എന്നുള്ളൊരു സംശയവും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ എല്ലാത്തിൻ്റെയും ചുരുളുകൾ അഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്